بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സയൻസിലെ 7ാമത്തെ പാഠമായ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ള ചാപ്റ്ററിലെ കീവേഡ്സും എക്സസൈസുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കീവേഡ്സിൽ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, അതായത് അത് വാട്ട് യു ഹാവ് ലേൺഡിൽ സെക്കൻഡ് പോയിന്റിൽ കാണാം. ബയോഡൈവേഴ്സിറ്റി റിഫേഴ്സ്, ബയോഡൈവേഴ്സിറ്റി സൂചിപ്പിക്കുന്നു ടു ദ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻ എ സ്പെസിഫിക് ഏരിയ, ഒരു പ്രത്യേകമായ സ്ഥലത്ത് ജീവിക്കുന്ന ജീവികളുടെ പ്രത്യേകമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് ബയോസ്ഫിയർ റിസർവ് എന്നുള്ളതാണ്. അത് 79ാമത്തെ പേജിൽ, അത് 7.4 ബയോസ്ഫിയർ റിസർവ് എന്നുള്ള സൈഡ് ഹെഡിങ്ങിന് താഴെ കാണാം. ബയോസ്ഫിയർ റിസർവ് ആർ ദ ഏരിയാസ് മീഡ് ഫോർ, അത് സൂചിപ്പിക്കുന്നു ഫോർ ദ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതായത് കാട്ടിലെ ജീവികൾക്ക് പ്രത്യേക കാലഘട്ടത്തിലും ജീവിക്കാനുള്ള ഓരോ ജീവിതശൈലികളെ അതിനെ സംരക്ഷിക്കാൻ, അതിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചുള്ളതാണ് ഈ ബയോസ്ഫിയർ റിസർവ് എന്നുള്ളത്. അടുത്തത് ഡിഫോറസ്റ്റേഷൻ, അതാണ് ഈ പാഠത്തിലെ ഫസ്റ്റ് സൈഡ് ഹെഡിങ്ങിൽ പറയുന്നത്. എ മേജർ ത്രെറ്റ് ടു സർവൈവൽ ഓഫ് ദിസ് ഓർഗാനിസം ഈസ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ മീൻസ്, ഡിഫോറസ്റ്റേഷൻ ഉദ്ദേശിക്കുന്നു ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ്, കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കാൻ, ആൻഡ് യൂസിങ് ദാറ്റ് ലാൻഡ്, ആ ഭൂമിയെ ആ സ്ഥലത്തെ ഉപയോഗിക്കാൻ, ഫോർ ദ അതർ പർപ്പസസ്, മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ആ സ്ഥലത്തെ വെട്ടി നശിപ്പിച്ച സ്ഥലത്തെ ഉപയോഗിക്കാൻ. ട്രീസ് ഇൻ ദി ഫോറസ്റ്റ്, കാട്ടിലുള്ള മരങ്ങൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുറിച്ച് കളയുന്നു. നമ്മൾ വേറെ കൃഷി നടത്താൻ വേണ്ടി അവിടെ മുറിച്ച് കളയുന്നു. പിന്നെ ഫാക്ടറികളും ബിൽഡിങ്ങുകളും നിർമ്മിക്കാൻ വേണ്ടി മുറിച്ച് കളയുന്നു. ഫർണിച്ചറുകൾ, മരം കൊണ്ടുള്ള ഫർണിച്ചറുകൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ട് ആ സ്ഥലത്തെയും അവിടെയുള്ള മരങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത ഡിസർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. അത് 78ാം പേജിലാണ് അതുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഈ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ മൃഗങ്ങളുടെ വാസങ്ങളൊന്നും ഇല്ലാതെ അത് ഒരു ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാവുകയും അതൊരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നതിനാണ് പറയുന്നത്. ദിസ് സോയിൽ ഹാസ് ലെസ് ഹ്യൂമസ്, തീരെ ഫലപുഷ്ടി ഇല്ലാത്തതാണ് ലെസ് ഫെർട്ടിസൈൽ. ഓർഡർലി ദ ഫെർട്ടൈൽ ലാൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഡിസേർട്ട്, ഈ ശുദ്ധമായ ഒരു ഭൂമി ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് മാറുന്നു. ഇറ്റ് ഈസ് കാൾഡ്, ഇതിനെയാണ് ഡിസർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. എക്കോസിസ്റ്റം എന്നാണ് നെക്സ്റ്റ് കീവേഡിൽ ഉള്ളത്. അത് 83ാം പേജിലാണ് എക്കോസിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ കാണാം, ഇക്കോസിസ്റ്റം എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഒരു മൃഗം മറ്റൊരു മൃഗത്തെ തിന്നുകയും അത് മറ്റൊരു മൃഗത്തെ തിന്നുകൊണ്ടും ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ, കളക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് പറയുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഗ്രേസിങ്, പോച്ചിങ്, ഹണ്ടിങ്, നമ്മൾ അമ്പ് വെക്കുന്നു, മൃഗങ്ങളെ പിടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, വിറക് ശേഖരിക്കുന്നു, ഇങ്ങനത്തെ ഇതൊന്നും ശരിക്കും കാട്ടുന്ന് പാടുള്ളതല്ല. അത് വലിയ മൃഗങ്ങളെ മാത്രമൊന്നുമല്ല ഇത് ബാധിക്കുന്നത്, അത് ചെറിയ മൃഗങ്ങളെയും മറ്റുള്ള മൃഗങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതാണ് എക്കോസിസ്റ്റം കൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ അടുത്തത് എൻഡാഞ്ചർഡ് സ്പീസസ് എന്നുള്ളതാണ്. അതായത് ഓരോ സ്ഥലങ്ങളും വംശനാശം സംഭവിക്കപ്പെട്ട സ്ഥലങ്ങളായി മാറും. അതായത് ഇപ്പോൾ നല്ലൊരു ശുദ്ധമായ ഒരു കാടിനെ അവിടുന്ന് മനുഷ്യന്മാർ വന്നിട്ട് കാട്ടിലുള്ള മൃഗങ്ങളെ കൊല്ലുകയും അവിടുത്തെ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോവുകയും കാർബൺ ഡൈ ഓക്സൈഡിനുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിനാണ് എന്തെന്ന് പറയാ,
എൻഡാഞ്ചർഡ് സ്പേസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് എൻഡമിക് സ്പേസസ് എന്നുള്ളതാണ്. അത് 81ാമത്തെ പേജിലാണ് എൻഡമിക് സ്പേസിനെ കുറിച്ച് പറയുന്നത്. എൻഡമിക് സ്പേസസ് ആർ ദോസ് സ്പെഷ്യൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിച്ച് ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ് ഇൻ എ പാർട്ടിക്കുലർ ഏരിയ. ഒരു പ്രത്യേകമായ സ്ഥലത്തിൽ പ്രത്യേകമായിട്ട് കണ്ടെത്തപ്പെടുന്ന ജീവികൾക്കാണ് നമ്മൾ എൻഡമിക് സ്പേസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കീവേഡിലുള്ളത് എക്സ്റ്റിങ്ക്ട് എന്നുള്ളതാണ്. എക്സ്റ്റിങ്ക്ട് എന്നുള്ളത് 83ാമത്തെ പേജിലാണ് അത് കാണപ്പെടുന്നത്. ഇതാണ് വി വിൽ കിൽ. നമ്മൾ സ്നേക്സ്, തവള അങ്ങനത്തെ സാധനങ്ങളെ, ജന്തുക്കളെയും ഒക്കെ നമ്മൾ കൊല്ലുന്നു. അവർക്കൊരു പ്രാധാന്യം കൊടുക്കാതെ നമ്മളതിനെ കൊല്ലുന്നു. നമ്മളതിനെ കൊല്ലുന്നത് കാരണത്താൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഓരോ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു, കാട്ടുന്ന് ആട്ടി പറഞ്ഞയക്കുന്നു. ഇങ്ങനെ ഓരോ മാറ്റങ്ങളും ഓരോ അവകാശം നിഷേധിക്കുക, അങ്ങനത്തെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാണ് ഇതിൽ എക്സ്റ്റിങ്ക്ട് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അവിടെ തന്നെ എക്കോസിസ്റ്റം ഒന്നുകൂടി പറയുന്നുണ്ട്. ഈസ് മെയ്ഡ് ഓഫ് ഓൾ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബസ് ഇൻ an area along the non-living components which climate, soil, river. ഇങ്ങനെയുള്ള ക്ലൈമറ്റ്, സോയിൽ, റിവർ, പുഴ അങ്ങനത്തെ ഉള്ള സംഗതികളൊന്നും കൊടുക്കാതെ അവരെങ്ങനെ വലിയ കാടുകളിലൊക്കെ വളർത്തുക, അതൊക്കെയാണ് ഈ എക്കോസിസ്റ്റം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചതായി പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫ്ലോറ അതാകുന്നു. അത് 80ാം പേജിലാണ് കാണിക്കുന്നത്. ഫ്ലോറ ആൻഡ് ഫോണ 7.5 എന്നുള്ള ഒരു സൈഡ് ഹെഡിങ്ങിൽ അവിടെ പറയുന്നു, the plants and animals found in a particular area are termed flora. ഒരു മൃഗങ്ങളെയോ അല്ലെങ്കിൽ ചെടികളെയൊക്കെ ഒരു പ്രത്യേകമായ സ്ഥലത്ത് കണ്ടെത്തപ്പെടുന്നത് ഫ്ലോറ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഫോണ റെസ്പെക്റ്റ്ലി ഓഫ് ദാറ്റ് ഏരിയ. ഫോണന്ന് ആ സ്ഥലത്തെ റെസ്പെക്റ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇനി അടുത്തത് മൈഗ്രേറ്ററി ബേർഡ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് കീവേഡ്. അത് 84ാമത്തെ പേജിലാണുള്ളത്. നമ്മളെ പാഠത്തിൻ്റെ ലാസ്റ്റ് പേജിൽ മൈഗ്രേഷൻ എന്നൊരു സൈഡ് ഹെഡിങ്ങിലുണ്ട്. മൈഗ്രേറ്ററി ബേർഡ്സ് ഫ്ലൈ ടു ഫാർ അവേ ഏരിയാസ് എവറി ഇയർ ഡ്യൂറിങ് എ പാർട്ടിക്കുലർ ടൈം ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചസ്. ക്ലൈമറ്റിൻ്റെ പ്രത്യേകമായ കാരണങ്ങൾ കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാലത്തിനനുസരിച്ച് ഈ പക്ഷികൾ എന്ത് ചെയ്യുന്നു, വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പറന്നു പോകുന്നു എന്നുള്ളതാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ച് കീവേഡ്സിൽ പറയുന്നത്. അടുത്തതായിട്ടുള്ളത് നാഷണൽ പാർക്ക് എന്നുള്ളതാണ്. നാഷണൽ പാർക്ക് എന്ന് നമുക്ക് ഇവിടെ 7.1 എന്നുള്ളൊരു പട്ടികയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 78ാമത്തെ പേജിൽ പറയുന്നു, ഏരിയാസ് റിസർവ്ഡ് ഫോർ വിൽഡ് ലൈഫ് വേർ ദേ ക്യാൻ ഫ്രീലി യൂസ് ദ ഹാബിറ്ററ്റ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഈ ജീവികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട, ഓരോ കാട്ടുജീവിതത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഓലെ ഹാബിറ്റേറ്റിനനുസരിച്ചും ഓലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചൊക്കെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നതിനാണ് നാഷണൽ പാർക്ക് എന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമ്മുടെ റെഡ് ഡാറ്റ ബുക്ക് എന്നാണ് നെക്സ്റ്റ് കീവേഡിൽ പറയുന്നത്. റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ അത് 7.9 സൈഡ് ഹെഡിങ്ങിൽ കാണും. റെഡ് ഡാറ്റ ബുക്ക് ഈസ് ദ സോഴ്സ് ബുക്ക് വിച്ച് കീപ്സ് എ റെക്കോർഡ് ഓഫ് ഓൾ ദ എൻഡാഞ്ചേർഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. റെഡ് ഡാറ്റ ബുക്ക് ഈസ് മെയിൻറ്റെയ്ൻഡ് ഇന്റർനാഷണലി by organisms. Indian also maintains red data book for plants or animals found in India. ഇന്ത്യയിൽ കണ്ടെത്തപ്പെടുന്ന റെഡ് ഡാറ്റ ബുക്ക് എന്ന പേര് വിളിക്കപ്പെട്ട ബുക്ക് കൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ അതിൽ മറ്റേ എല്ലാ ജീവികളുടെയും വംശനാശം സംഭവിക്കട്ടെ, ജീവികൾ, ചെടികൾ, അങ്ങനെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്കാണ്, നാഷണലായിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഡാറ്റ ബുക്ക് എന്നുള്ളത്. അടുത്തത് റീഫോറസ്റ്റേഷൻ എന്നുള്ളതാണ്. അത് നമുക്ക് വാക്ക് തന്നെ മനസ്സിലാക്കാം. ഫോറസ്റ്റേഷൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. 85ാമത്തെ പേജിൽ അത് കാണിക്കുന്നത്. ലാസ്റ്റ് സൈഡ് ഹെഡിങ് 7.12 റീഫോറസ്റ്റേഷൻ ഈസ് റീസ്റ്റോക്കിംഗ്, വീണ്ടും സ്റ്റോക്ക് ചെയ്യലാകുന്നു, ഓഫ് ദ ഡിസ്ട്രോയിഡ് ഫോറസ്റ്റ്.
നമ്മൾ വെട്ടി നശിപ്പിച്ച കാടിനെ ഒന്നുകൂടി ഉഷാറാക്കി ഉണ്ടാക്കലാകുന്നു ബൈ പ്ലാന്റിങ് ന്യൂ ട്രീസ്. മറ്റൊരു പുതിയ ചെടികൾ അവിടെ വെച്ച് പിടിപ്പിക്കൽ കൊണ്ട് ദ പ്ലാന്റ്സ് ട്രീസ് ഷുഡ് ജനറലി ബി ഓഫ് ദ സെയിം സ്പൈസസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ദ ഫോറസ്റ്റ്. നമ്മൾ ഒരു ചെടി പറിച്ചെടുത്താൽ ആ സ്ഥലത്ത് തന്നെ കാട്ടിൽ കണ്ടെത്തപ്പെടുന്ന മരങ്ങൾ തന്നെ അവിടെ കുഴിച്ച് ഇടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സാങ്ച്വറി എന്നുള്ളതാണ്. അത് 82ാമത്തെ പേജിൽ. വിൽഡ് ലൈഫ് സാങ്ച്വറി ലൈഫ് റിസർവ് ഫോറസ്റ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സൂട്ടബിൾ ലിവിംഗ് കണ്ടീഷൻ ഇൻ ദി വിൽഡ് ആനിമൽസ്. കാട്ടുമൃഗങ്ങൾക്ക് യോജിച്ച ജീവിത കണ്ടീഷനുകളും അവർക്ക് വേണ്ട സംരക്ഷണവും നൽകിക്കൊണ്ടുള്ളതാകുന്നു വിൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്നുകൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എക്സസൈസ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് എക്സസൈസ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. വിട്ടുകിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പൂരിപ്പിക്കാൻ. എ പ്ലേസ് വെർ ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ ഒരു പ്രത്യേകമായ സ്ഥലത്ത് അവിടെ മൃഗങ്ങളെല്ലാം അവരുടെ നാച്ചുറലായ ഹാബിറ്റേറ്റിനനുസരിച്ച് അവിടെ സംരക്ഷിക്കപ്പെടുന്നു. അതിനാണ് നമ്മൾ പറഞ്ഞ നാഷണൽ പാർക്ക് എന്നാണ് അതിൻ്റെ ഉത്തരം. സ്പേസസ് ഫൗണ്ട് ഓൺലി ഇൻ എ പാർട്ടിക്കുലർ ഏരിയ ഈസ് നൗ ആസ് എൻഡമിക്സ് എന്ന് പറയുന്നു. മറ്റേ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കണ്ടെത്തുന്നതിന്. മൈഗ്രേറ്റഡ് ബ്ലേസ് ഫ്ലൈ ടു ഫാർ എവേ സ്പേസസ് ബിക്കോസ് ഓഫ് ചേഞ്ചസ്. മറ്റേ ക്ലൈമറ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ കാരണമാണ് ഈ പക്ഷികൾ മൈഗ്രേറ്റഡ് ബേർഡ്സ് ഓരോ കാലത്തിനനുസരിച്ച് ദൂരേക്ക് പറന്നു പോകുന്നത്. അടുത്തത് നെക്സ്റ്റ് രണ്ടാമത്തെ ഡിഫറൻറ്റേറ്റ് ബിറ്റ്വീൻ ദ ഫോളോവിങ്. താഴെ തന്നിട്ടുള്ള തമ്മിലുള്ള വ്യത്യാസം പറയാനാണ്. അപ്പോൾ ഫസ്റ്റ് വിൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളതാണ്. അത് വിൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ നേരത്തെ കീവേഡ്സിൽ പറഞ്ഞു, ഓൾക്ക് ആവശ്യമായ ഓൾക്ക് യോജിച്ച ജീവിത കണ്ടീഷനുകളും സംരക്ഷണവും നൽകിക്കൊണ്ടുള്ളതാണ് വിൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളതുകൊണ്ട്. മറ്റേത് ബിയോസ്ഫിയർ റിസർവ് എന്നുള്ളതാണ്. അത് 7.4 സൈഡ് ഹെഡിങ്ങിൽ കാണുന്നു. ആർ ദ ഏരിയാസ് മെയിൻ ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. മൃഗങ്ങളുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ് ബിയോസ്ഫിയർ റിസർവ് എന്നുകൊണ്ടുള്ള പറയുന്നത്. അടുത്തത് സൂ ആൻഡ് വിൽഡ് ലൈഫ് സാങ്ച്വറി. വിൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് ഉള്ളത്. മറ്റേ ആളുകൾക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സൂ എന്നുകൊണ്ടുള്ളത്. അടുത്തത് എൻഡാഞ്ചേർഡ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റിംഗ് സ്പേസസ്. എൻഡാഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിക്കപ്പെട്ട സ്ഥലങ്ങൾ. ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് സ്പേസസ് അതും അതുപോലെ തന്നെ ഇവിടെ പറയുന്നു. വി വിൽ കിൽ സ്നേക്സ്. നമ്മൾ പാമ്പാളിയും മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു, അത് കാരണത്താൽ അവർക്ക് ബുദ്ധിമുട്ട് ഏൽക്കുന്നു എന്നതുമാണ് ഈ എക്സ്റ്റിങ്ക്റ്റ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അതും വംശനാശം സംഭവിക്കപ്പെട്ട സ്ഥലവും. അത് കാട് നട്ട് നശിപ്പിക്കുമ്പോഴാണ് വംശനാശം സംഭവിക്കപ്പെട്ട സ്ഥലങ്ങൾ രൂപപ്പെടുന്നത്. അടുത്തത് ഫ്ലോറ ആൻഡ് ഫോണ എന്നുള്ളതാണ്. അത് 80ാം പേജിലുണ്ട്. ഫ്ലോറ ആൻഡ് ഫോണ എന്നുള്ള സൈഡ് ഹെഡിങ്ങിൽ നമ്മൾ കീവേഡ്സിൽ പറഞ്ഞു. ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫൗണ്ട് ഇൻ എ പാർട്ടിക്കുലർ ഏരിയാസ് ടേംഡ് ഫ്ലോറ ആൻഡ് ഫോണ റെസ്പെക്റ്റീവ്ലി ഓഫ് ദ ഏരിയ. സ്ഥലത്തെ പ്രത്യേകമായി ഫോണ എന്നും അങ്ങനെ മാറിയുന്ന സ്ഥലത്തെ ഫ്ലോറ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തത് ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ഓൺ ദ ഫോളോവിങ്. താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഡിഫോറസ്റ്റേഷൻ കൊണ്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ്. വിൽഡ് ആനിമൽസ് അവർക്ക് തീർച്ചയായും ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. കാട് വെട്ടിത്തെളിക്കുമ്പോൾ അവരുടെ ജീവിതമാർഗം നശിക്കുകയുണ്ടാവുക. എൻവിറോൺമെൻറ്റിന് മെച്ചം ഉണ്ടാവും. അടുത്ത വില്ലേജസ് ഗ്രാമത്തിൽ വസിക്കുന്നവർക്ക് അവർ ഇങ്ങനെ കാട്ടുന്ന ജീവികളെ കൊല്ലുന്നവരും അത് തിന്നുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നഷ്ടം അതിൽ സംഭവിക്കും. സിറ്റീസ് നാട്ടുഗ്രാമങ്ങൾക്ക് അവർക്ക് ഫർണിച്ചറുകളും മറ്റെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഡിഫോറസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടാവുക. പിന്നെ ഈ എർത്ത് ഭൂമിയാണ്. ഭൂമിക്ക് അതിൽ മരങ്ങൾ വെട്ടി നശിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടപ്പെടുന്നു, മഴ കുറയുന്നു, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ദ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത
ഭാവികൾക്ക് തീർച്ചയായും അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാവും ഉണ്ടാവുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ്, ഇങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? നാലാമത്തത്, ഈ ഗോ ഓൺ കട്ടിങ് ട്രീസ്, നമ്മൾ മരങ്ങളൊക്കെ മുറിച്ച് കളയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ മരങ്ങൾ മുറിച്ച് കളയുമ്പോൾ കാട് നശിക്കും, അങ്ങനെ മഴ കുറയും, അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ. ദ ഹാബിറ്റേറ്റ്സ് ഓഫ് ആനിമൽ ഈസ് ഡിസ്റ്റർബ്ഡ്, ഈ മൃഗങ്ങളെ ഹാബിറ്റേറ്റുകൾ നമ്മൾ അതിനെ ബുദ്ധിമുട്ടിച്ചാൽ അവർ നമ്മളെ തിരിച്ചും ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ്. ദ ടോപ്പ് ലെയർ ഓഫ് സോയിൽ ഈസ് എക്സ്പോസ്ഡ്, മണ്ണിൻ്റെ മുകൾ ഭാഗം ഒലിച്ചു പോയാൽ മരങ്ങൾ നശിക്കും, മഴ കുറയും, അങ്ങനെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും. ആൻസർ ഇൻ ബ്രീഫ്, ഇനി താഴെയുള്ളതിന് ഉത്തരം കൊടുക്കാനാണ്. വൈ ഷുഡ് വി കൺസേർവ് ബയോഡിവേഴ്സിറ്റി, ബയോഡിവേഴ്സിറ്റി നമ്മൾ എന്തുകൊണ്ടാണ് കൺസേർവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അത് ബയോഡിവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം തന്നെയാണ് ബയോഡിവേഴ്സിറ്റി റിസേർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി സേഫ് ഫോർ വിൽഡ് ആനിമൽസ്. വൈ, അവർക്ക് തീർച്ചയായും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് തീർച്ചയായും അവരുടെ സുഖാരംഭമനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. അതായത് മനുഷ്യന്മാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ ജീവിതശൈലിക്കനുസരിച്ച് നടക്കാൻ കഴിയുകയില്ല. സം ട്രിബിൾസ് ഡിപ്പെൻഡ് ജംഗിൾ ഹൗ, ചില ട്രിപ്പഡുകൾ കാടിനെ എന്തുകൊണ്ടാണ് ആശ്രയിക്കുന്നത്? അടുത്തത്, വാട്ട് ആർ ദ കോസസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ, അതൊക്കെ ഡിഫോറസ്റ്റേഷൻ എന്നുള്ള ഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങൾ തന്നെയാണ്. പോപ്പുലേഷൻ ഓഫ് ലെവൽ എർത്ത്, ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ദ അറ്റ്മോസ്ഫിയർ, അതൊക്കെ. അടുത്ത്, വാട്ട് ഈസ് റെഡ് ഡാറ്റ ബുക്ക്, റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളത് ലാസ്റ്റ്. റെഡ് ഡാറ്റ ബുക്ക് ഈസ് എ സോഴ്സ് ബുക്ക്, കീപ്സ് എ റെക്കോർഡ് ഓഫ് ഓൾ ഇൻഡാഞ്ചേർഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പിന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ടൈം മൈഗ്രേറ്റേഷൻ, ടൈം മൈഗ്രേറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജീവികൾ, പക്ഷികൾ അതെല്ലാം കാലത്തിനനുസരിച്ച് മാറി താമസിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു മീറ്റ് ഡിമാൻഡ് ഫാക്ടറീസ് ഓഫ് ഷെൽട്ടർ കണ്ടിന്യൂസ്ലി കട്ട് ഇറ്റ് ജസ്റ്റ് കട്ട് ട്രീസ് ഓഫ് പ്രൊജക്ട് ഡിസ്കസ് ദ പ്രിപ്പയർ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാടിനെ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക എന്നുള്ള വിഷയത്തിൽ ഹൗ യു ക്യാൻ കോൺട്രിബ്യൂട്ട് എ മെയിൻ്റെനൻസ് ഓഫ് ഗ്രീൻ വെൽത്ത് ഓഫ് യുവർ ലൊക്കാലിറ്റി, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പച്ച എന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ഡീഫോറസ്റ്റേഷൻ ലീഡ് ടു റിസീവ്ഡ് റെയിൻഫാൾ, എങ്ങനെയാണ് ഡീഫോറസ്റ്റേഷൻ മഴ കുറക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ. ഇനി നമ്മുടെ നാട്ടിലുള്ള 9ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ നാട്ടിലുള്ള നാഷണൽ പാർക്കുകൾ കണ്ടെത്താനും അതൊരു മാപ്പ്, ഇന്ത്യയുടെ മാപ്പിൽ അതിനെ കാണിക്കാനുമാണ് പറയുന്നത്. 10ാമത്തത്, എന്തിനു വേണ്ടിയാണ് പേപ്പറുകൾ സേവ് ചെയ്യുന്നത്, അത് അതിനെക്കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമാണ്, അത് റീഫോറസ്റ്റേഷൻ എന്നുള്ളതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് ഒരു വേർഡ് പസിൽ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് അപ്പോൾ കീവേഡ്സും എക്സസൈസിലും ഉൾക്കൊണ്ടിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് 5ാമത് മുതൽ 11ാമത് വരെയുള്ളതെല്ലാം നമുക്ക് ടെക്സ്റ്റിൽ ജസ്റ്റ് നോക്കിയാൽ കിട്ടും. അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.